ഒരു പാമ്പ് കാട്ടിലുള്ള ഒരു പോത്തിനെ കടിച്ചു. ചെറിയ കടിയായിരുന്നു, മുറിവൊന്നുമില്ല. പോത്ത് ഓടി രക്ഷപ്പെട്ടു. പാമ്പ് കാത്തിരുന്നു. പോത്ത് ഓടുന്നതിനിടയിൽ അതിന്റെ രക്തത്തിലൂടെ മുഴുവനും ഈ പോയിസൺ അല്ലെങ്കിൽ വിഷം കയറി. പോത്തിന് പിറ്റേ ദിവസം പനി വന്നു. അതിന്റെ പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ പറ്റാതായി. ഒരു 5-6 ദിവസം കൊണ്ട് പോത്ത് മരിച്ച് അല്ലെങ്കിൽ ചത്തു വീണു. അതൊക്കെ പാമ്പ് അടുത്ത് ചെന്ന് പോത്തിനെ സ്ലോ കുക്ക് ചെയ്ത മീറ്റായി കഴിക്കാൻ തുടങ്ങി. ഇതുപോലെയാണ് ചില മനുഷ്യർ. നമ്മുടെ മുഖത്ത് നോക്കി ഒരു കമന്റ് അങ്ങ് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ആക്കിയുള്ള ചിരി. ഇതൊരു വിഷമായി നമ്മുടെ ഉള്ളിൽ കയറും. എന്നിട്ട് നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളുടെ അകം പുണ്ണായി മാറി, അകം വിഷം കൊണ്ട് അഴുകി അവസാനം നമ്മൾ ഒന്നെങ്കിൽ ഒരു ആത്മഹത്യയിലോ ഇനിയല്ല എങ്കിൽ തളർന്ന ഒരു ജീവിതത്തിലോ ഡിപ്രഷൻ അടിച്ച് സൈക്കാട്രിക് രോഗിയോ ആയി മാറിക്കൊണ്ട് കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിന് നല്ല കട്ടി ഉണ്ടാകണം. എല്ലാവരും തൊലിക്കട്ടി എന്ന് പറഞ്ഞ് കളിയാക്കും, പക്ഷെ അത് മനക്കട്ടി ആയിരിക്കണം. ദൈവവചനമാകുന്ന പരിചയം എടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നത് മാത്രമേ ഓർക്കാവുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള കമന്റുകളെ കുറിച്ച് ആകുലതപ്പെടുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. അവരിങ്ങനെ ഒരുപാട് പറഞ്ഞ് അവർ മടുക്കട്ടെ. അവരുടെ തനി സ്വഭാവം പുറത്തെടുത്ത് അവർ തളരട്ടെ. നിങ്ങൾ അതിനെ ഉള്ളിൽ സ്വീകരിച്ചാൽ ഉള്ളിൽ നിന്ന് അഴുകാൻ തുടങ്ങുമെന്നത് മറക്കരുത്. ഗാഡ് ബ്ലെസ് യു.